സുഹൃത്തുക്കളെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് ഓൾഡ് ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിലാണ്. ഓക്കെ, ഇവിടെയുള്ള ഒരുപാട് മാർക്കറ്റുകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകൾ. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ്. ഇതൊരു 100-120 രൂപ കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിയത് 200-250 രൂപേൻ്റെ ഉള്ളിലാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളെ വീഡിയോ എടുത്തുന്നത് ഈ ചേച്ചിയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെയുള്ള ഓരോ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാണ് ചാന്ദിനി ചൗക്ക്. ചാന്ദിനി ചൗക്കിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും സ്പെഷ്യലായിട്ട് നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള സൈക്കിൾ റിക്ഷകളാണ് കേട്ടോ. ചാന്ദിനി ചൗക്ക് ഈസ് ഫേമസ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ക്രൗഡഡ് പ്ലേസ്. ചാന്ദിനി ചൗക്കിൽ പുതിയതായിട്ട് വന്ന ഒരു മാൾ സെറ്റപ്പ് ഉണ്ട് ഇവിടെ. ഓക്കെ, വന്ന ആളുകൾക്ക് അറിയുണ്ടാവും. അത്യാവശ്യം നല്ല തിരക്കുള്ള ഏരിയ ആയതുകൊണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഒരു വ്യക്തമായിട്ടുള്ള ധാരണയോട് 10 ആൾക്കാർ ഒരു ഗ്യാങ്ങൊക്കെ ആണെങ്കിൽ സ്പ്ലിറ്റായിട്ട് നിൽക്കുക. പ്രത്യേകിച്ച് ചില ലേഡീസിൻ്റെ കയ്യിലൊന്നും ഫോൺ ഉണ്ടാവില്ല, അവരൊക്കെ നോക്കിയിട്ട് നിൽക്കുക. കാരണം ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായിട്ടുള്ളൂ. പക്ഷേ ഭയങ്കര ക്രൗഡുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് പരസ്പരം കാണാൻ കൂടിയും പറ്റില്ല, അങ്ങനെ തിരക്കാവും. പിന്നെ ഓരോ മൂലക്ക് നമ്മളൊരു മൂലക്ക് പിന്നെ ക്രൗഡൊക്കെ ഒതുങ്ങി രാത്രി ലേറ്റ് നൈറ്റൊക്കെ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് വരുന്ന സമയത്ത് സൂക്ഷിക്കുക. ഓക്കെ, ഇത് നല്ല ഏത് സ്ഥലത്ത് വരികയാണെങ്കിലും കേട്ടോ. റിക്ഷകളുമായിട്ട് ആളുകൾ പോകുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ. സത്യത്തിൽ ഈ ഒരു സ്ഥലമൊക്കെ എത്രയും വൃത്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടല്ലോ, അത് ഞാൻ ക്യാമറ നോക്കി പറഞ്ഞുതരാം. ഒറ്റ മിനിറ്റ്. ഈ ഡൽഹി പോലുള്ള സ്ഥലങ്ങൾ നോർത്ത് ഇന്ത്യ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആവണമെങ്കിൽ ആദ്യം നിർത്തേണ്ടത് വിമല്, ഗുഡ്ക, തമ്പാക്കു, ആൻസ് സംഭവങ്ങൾ. അത് നിർത്തി കഴിഞ്ഞാണ്ടോ എന്തോ ഒരു വൃത്തി ഉണ്ടാവും എല്ലാ സ്ഥലങ്ങളും. ആളുകളും ഇതേപോലെ നല്ല ഫിസിക്കലി ഹെൽത്തുള്ള ആളുകളായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ഇങ്ങനെ പോവാണ്. ഇവിടെ വരുന്ന സമയത്ത് ഭക്ഷണവും സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ വൃത്തിയുള്ള കടകൾ നോക്കിയിട്ട് തന്നെ കഴിക്കുക. അപ്പോൾ ചാന്ദിനി ചൗക്കിൽ വരുന്ന സമയത്ത് ഒരു 11 മണിക്കൊക്കെ ശേഷം വരികയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഇങ്ങനെ ചാന്ദിനി ചൗക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ അപ്പുറത്ത് കുറേ മാർക്കറ്റുകളുണ്ട്. ഇത് ഓരോന്നിങ്ങനെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്വാളിറ്റി മാത്രം ചെക്ക് ചെയ്ത് വാങ്ങുന്ന സാധനങ്ങൾ. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ റിക്ഷകളും തമ്പാക്കു ചവുക്കുന്ന ആളുകളുമാണ്. അത് നമ്മളൊരിക്കലും എതിരായിട്ട് പറയുന്നല്ല. അതാണ് ഇവിടെയൊക്കെ വൃത്തിഹീനമായിട്ട് കിടക്കാനുള്ള മെയിൻ കാരണം ഇത് ചായച്ചതാണ്. പശുക്കൾ ചാണകടുന്നുണ്ട്, പക്ഷെ അതുപോലും ഒരു മര്യാദക്കാണ്. ഇതാകെ ചവിട്ടി തേമ്പി എല്ലായിടത്തും കൂടിയും ഹാനാണ് കാര്യം തുപ്പാണ്. എന്തല്ല ചെയ്യാം. ഈ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പറയാം. ഇങ്ങനത്തെ ഒരുപാട് ബാഗുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഷോപ്പുകൾ കയറുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റും കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ഓരോ ഷോപ്പുകൾ ഇങ്ങനെ തുറന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ റിപ്പീറ്റ്, ഇവിടെ വരുന്ന സമയത്ത് ഫോൺ എപ്പോഴും സൂക്ഷിക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. പിന്നെ മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഇവിടേക്ക് വരാനുള്ള ഏറ്റവും നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ ചാന്ദിനി ചൗക്ക് മെട്രോ സ്റ്റേഷനാണ്. ഇത് കണ്ടോ, പല ജാതി ചെരുപ്പുകൾ. അവിടെ നോക്കിയാൽ തമ്പാക്കു ചുവക്കുന്ന മനുഷ്യർ. കണ്ടോ അവരുടെ പല്ലുകൾ നോക്കൂ. മിൻഹാജ് വയൽ കേട്ടുകൊണ്ട് നമ്മുടെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ അവർ കയറി. ഇത് കരിപ്പായി കുട്ടിമാൻ കാക്കയും ഫാമിലിയുമാണ്. അവർ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ വയല് എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ പോയിക്കോ, അല്ലെ എൻ്റെ വാപ്പ ചൂടാവും. വാ, യൂട്യൂബിൽ വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സാധനം കേട്ടോ. ഇതേപോലെ കാർഗോസ് സാധനങ്ങളൊക്കെ വന്ന് കൊണ്ടുപോകും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഉള്ള ക്വാളിറ്റി ഒന്നുമല്ല, വലിയൊരു മെച്ചമല്ല. ഇത്തരത്തിലുള്ള നല്ല 150, നമ്മൾ 5-ൽ കൂടുതലൊക്കെ വാങ്ങുകയാണെങ്കിൽ 100-150 കിട്ടും. ഇത് 150 അല്ലെങ്കിലും. ഓക്കെ,
പിന്നെ ഞാൻ പറഞ്ഞല്ലോ തമ്പാക്കു ചവക്കുന്ന ആളുകളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. നോക്കൂ, എവിടെ നോക്കിക്കഴിഞ്ഞാലും ഉണ്ടോ പാവങ്ങളാണ് ഇവരൊക്കെ, പാവങ്ങളാട്ടോ. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഈ ഒരു ജോലി ചെയ്യേണ്ടി വരുന്ന ആളുകളാണ്. പിന്നെ ഒരു സമൂഹമാകുമ്പോൾ എല്ലാവരും പല രീതിയിലുള്ള ആളുകളുമാണല്ലോ. അതായത് എല്ലാവരും കോടീശ്വരന്മാരായി കഴിഞ്ഞാൽ പരിപാടി നടക്കില്ല ഇല്ലല്ലോ. അപ്പോൾ ആരും ഇങ്ങനത്തെ പണി ചെയ്യാണ്ടാവില്ല, എല്ലാവരും അവിടെ ഇരിക്കും. അപ്പോൾ ഒരു കാറ്റഗറി സെക്ടർ വൈസ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ caliber and capacity is mandatory in this world, right? So yeah, കഞ്ചാവല്ല കേട്ടോ, ഇതൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷ് വരുന്നോണ്ടിരിക്കുകയാണ്. ഈ ഹിന്ദിയിൽ പറയണോ? अगर ऐसा वाला जगह आप एक्सप्लोर करना चाहते हैं चाहिए चाहता हूँ आप, अभी मैं ये चांदनी चौक पे हूँ. एक ज़बरदस्त परचेसिंग जगह है. यहाँ आने के लिए नज़दीक रेलवे स्टेशन चांदनी चौक मेट्रो स्टेशन है, ठीक है. जब आएगा हर आदमी उसका मुंह में क्या होगा ना, वो तंबाकू गुटखा वगैरह वो खा करके वो भी इतना नाराज वाला, देखो कितना नाराज है यहाँ. वो मुश्किल है भाई. ये हमारा सरकार, पूरा सरकार एक घंटे में एक साथ में एक डिसीजन वो अप्रूव करना होना चाहिए. क्या है ना, वो बैन करना है. हमारा शाहरुख खान, मैं उसका एक फ़ैन हूँ, लेकिन वो ना बिमल का एडवर्टाइजमेंट में वो भी है. कितना नाराज़ है भाई, अच्छा नहीं है. ഞാൻ പറഞ്ഞതിൻ്റെ മലയാളം എന്താ അറിയോ? ഷാരൂഖ് ഖാനൊക്കെയാണ് ഈ ബിമലിൻ്റെ ഇതിലുള്ളത്. എന്തൊരു ബോർ പരിപാടിയാണ്. ബിമൽ തമ്പാക്കു ആൻസ് കൊടുക്കുക. ഒരു 100 ദിവസം ജീവിക്കേണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു 85 ഔട്ടാവാണ്. അത് യൂസ് ചെയ്യാത്ത ആളുകൾ 100-ലും 101-ലും നോട്ട് ഔട്ട് എന്ന് പറയുന്നില്ല. പക്ഷേ ഇതിൽ ഇവിടെ നോക്കി, എല്ലാ ഷോപ്പുകളിലും ഇതേപോലെ തമ്പാക്കു ഗുഡ്ക ആൻസ്. കാരണം അങ്ങനെയാണ് ഇവിടെ. അപ്പോൾ ഇങ്ങനെ ചെരുപ്പുകളുടെയും അതിൻ്റെയൊക്കെ മാർക്കറ്റുകൾ ഇങ്ങനെ ഓണായിക്കൊണ്ടിരിക്കുകയാണ്. ഹെഡ്സെറ്റുകൾ ബയ്യാക്കിതിനെ പൈസ 150 രൂപക്ക് ഇത്തരത്തിലുള്ള ഹെഡ്സെറ്റുകൾ. നമ്മളെ നാട്ടിലൊരു 100-500 രൂപ എടുക്കണ്ടല്ലേ ഇനി? അതിന് എത്ര കൊടുക്കണം? ഇവിടെ 150. ചില ആളുകളുണ്ട് ഇവിടെ വന്നിട്ട് 2000-3000 സാധനം വാങ്ങിപ്പോവും. ആ നാട്ടിലുള്ള ആകെ 600-700 രൂപ ഉണ്ടാവുള്ളൂ. കുരങ്ങന്മാരുണ്ട്, നമ്മൾ സാധനങ്ങളൊക്കെ നോക്കി പോകുമ്പോൾ നോക്കുക. നല്ല വിലക്കുറവാണ്. ബെൽറ്റൊക്കെ ഒരു 100 റുപ്യയുള്ള അടിപൊളി സാധനം കിട്ടും. ഇതേപോലുള്ള കല്യാണ വസ്ത്രങ്ങൾ, ഇതൊക്കെ അടിപൊളി ഏരിയകളുണ്ട് കേട്ടോ. കല്യാണത്തിനൊക്കെ മുന്നേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ സെറ്റാക്കി തരും. ഇവിടുത്തെ മെയിൻ. പിന്നെ തമ്പാക്കു ഗുഡ്ക, പിന്നെ കയ്യുമ്പോൾ ഒരു 10 പോയിൻ്റ് ചിരടും ഉണ്ടാവും. ഇതൊക്കെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ജീവിക്കുന്ന ആളുകളാണ്. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് മമ്മൂട്ടി പറഞ്ഞ ഒരു നാണയത്തിൻ്റെ, മമ്മൂട്ടിയല്ല അത് ഞാൻ പറഞ്ഞ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളെന്ന പോലെ നമ്മുടെ ചുറ്റുപാടിലുള്ള ഒരുപാട് ആളുകൾ, സാമ്പത്തികത്തിൻ്റെ നിർവേദിയിലുള്ള ഒരു കൂട്ടം മനുഷ്യർ, മറ്റൊരു കൂട്ടം ഒരു നേരത്തിന് അന്നത്തിന് വേണ്ടിയിട്ട് പെടാപാട് പെടുന്ന ആളുകൾ. കാലം സാക്ഷി ഒക്കെ തിരുത്തി പറയും അല്ലേ ഈ ആളുകളൊക്കെ. കുറേ കഷ്ടപ്പെടണം. അപ്പോൾ ഇത് നോക്കി എന്താ കടന്നുറങ്ങണത്. ഇതാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. 140ഓളം കോടി ജനങ്ങളുള്ള അത്രയും വൈവിധ്യമായിട്ടുള്ള ഇന്ത്യ. ആ ഇന്ത്യയിലെ ചാന്ദിനി ചൗക്കിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ള അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ चांदनी चौक मेट्रो स्टेशन. ओके, നമ്മളിങ്ങനെ മാർക്കറ്റ് കയറാം. ഓ ടൈപ്പ് സാധനങ്ങൾ അവൈലബിൾ ആട്ടോ ഇത്തരത്തിലുള്ളതൊക്കെ. भैया ये कितना मीटर का? इसका हिसाब कितना लगेगा? 27 19 रुपये स्क्वायर फुट से स्टार्ट है
50 रुपये स्क्वायर फुट तक। बोलो 19 रुपये से लेके 50 रुपये स्क्वायर फुट तक है। 1900 19 रुपये। ആ 50 രൂപ തക്ക് 19 രൂപ മുതൽ 50 രൂപ വരെയാണ് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ്. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ മാർക്കറ്റുകൾ ഇങ്ങനെ ഓൺ ആവുകയാണ്. ചാന്ദിനി ചൗക്ക് മാർക്കറ്റ്. ഒരു പണിയില്ലാതെ നാട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, സൈക്കിൾ ഓടാൻ അറിയെങ്കിൽ വന്നോളിട്ടുണ്ട്. ഒരു ദിവസം ഒരു 1000 റുപ്യ 1500 റുപ്യ ഉണ്ടാക്കി പോവാം. വേറൊരു പടല മലയാളീസിനെ മാത്രം വരുന്ന ആൾക്കാരെ മാത്രം ഇതേപോലെ റൈഡ് ചെയ്യിപ്പിക്കുക. ഒരു 1000 1500 റുപ്യ പ്ലസ് ടിപ്പും കിട്ടും. പണിയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോന്നോളി. ഇത് മാത്രമല്ല, ഒരുപാടുണ്ട്. പണിയെടുക്കാൻ ചെയ്ത ആൾക്കാർക്ക് ഉഷാറായിട്ടോടെ ജീവിക്കാം. ഓക്കെ, അടുത്ത ബാഗുകൾ ഇതിനൊക്കെ ഒരു 200 രൂപ കൊടുക്കാം. ഒരു 250 150 അങ്ങനെയൊക്കെ കിട്ടും. ഓക്കെ, ഇവിടെ വരുന്ന സമയത്ത് ഒരുപാട് ലസ്സി ഷോപ്പുകളുണ്ട്. വൃത്തിയിലേക്ക് കയറാം. അതുപോലെ നാഗോരി ടീ. इसका क्या बोलते हैं? इसका नाम क्या भाई? ये कीर है ना, कीर. ये क्या? റബഡിയാണ്. അപ്പോൾ ആ പയ്യൻ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. എന്തോ ഒരു ഇതായി കൊണ്ടിരിക്കുന്നു. അതായത് ഇവിടെ ഇരിക്കുന്നത് ഒരു പെൺകുട്ടിയാണ് കേട്ടോ. അത് ലങ്സിന് ക്യാൻസർ പറഞ്ഞിട്ടാണ് ഇരിക്കണത് ആ കുട്ടി. ഇത്ര ഇങ്ങനെ ചെരുപ്പുകൾ സംഭവങ്ങൾ. അപ്പോൾ ഇവിടെ ബല്ലിമാരൻ എന്ന സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ചാന്ദിനി ചോക്കിൽ തന്നെ ഇഷ്ടംപോലെ ഇതേപോലെ ചെരുപ്പുകൾ സാധനങ്ങൾ കിട്ടും. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ സൈഡിലൊക്കെ നോക്കിയാൽ മതി. കണ്ടോ, ഇതേപോലത്തെ ഒരുപാട് ചെരുപ്പുകൾ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് കോലാപ്പൂരി സംഭവങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഉള്ള സുലഭമായുള്ള മാർക്കറ്റ്. ഇങ്ങനത്തെ ഒരുപാട് മാർക്കറ്റുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഓൺലൈൻ പരിപാടി തുടങ്ങുന്നുണ്ട്. എന്ത് സാധനങ്ങളും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടും, ഡെലിവറി പ്രൊഡക്റ്റുകൾ. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മളുടനെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, തൽക്കാലം അടുത്തൊരു വീഡിയോയിൽ കാണാം. നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോണ്ടോ നേരത്തെ നമ്മൾ വന്ന മാർക്കറ്റ് ഉണ്ടോ, കംപ്ലീറ്റ് ആളുകളായി. ഓക്കെ,